നായത്തോട് സെൻറ്റ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളിയിലെ ശിലാസ്ഥാപന പെരുന്നാൾ ജനുവരി മാസം 11-ാം തീയതി മുതൽ 13-ാം തീയതി വരെയാണ് ആഘോഷിക്കുന്നത്. ഈ വർഷത്തെ പെരുന്നാളിൻ്റെ പ്രത്യേകത, ഇവിടെ സൺഡേ സ്കൂൾ ആരംഭിച്ചിട്ട് 50 വർഷം പൂർത്തിയാവുകയാണ്. ആദ്യത്തെ 7 വർഷക്കാലം സൺഡേ സ്കൂൾ നടത്തിയിരുന്നത് 2 വീടുകളിലായിട്ടാണ്. അതിനുശേഷം ഇവിടെ ഒരു കുരിശ് സ്ഥാപിച്ചു. തുടർന്നാണ് ഇന്ന് കാണുന്ന പള്ളിയും ബന്ധപ്പെട്ട എല്ലാം ഉണ്ടായത്. എന്ന് പറഞ്ഞാൽ ഈ പള്ളിയുടെ ആരംഭം എന്ന് പറയുന്നത് സൺഡേ സ്കൂളിൽ നിന്നാണ്. ഈ സന്ദർഭത്തിൽ 50 വർഷങ്ങൾക്ക് മുമ്പ് സൺഡേ സ്കൂൾ നടത്തുവാൻ ഭവനമൊരുക്കി തന്ന തേക്കാനത്ത് ടി ചെറിയാൻ, പൈനാടത്ത് ശ്രീ വർക്കി കോരത്, അവരെ പ്രത്യേകം ഈ സന്ദർഭത്തിൽ നന്ദിയോടുകൂടെ ഓർക്കുകയാണ്. പ്രത്യേകമായിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കൂടാതെ ആ കാലഘട്ടങ്ങളിൽ സൺഡേ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്ററായി ചുമതല വഹിച്ചിരുന്നത് പരേതനായ കൂരൻ കളപ്പുരയിൽ ശ്രീ KT വർഗീസ് സാറാണ്. അദ്ദേഹത്തിൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ഈ സന്ദർഭത്തിൽ അദ്ദേഹത്തെ ഓർക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ആ കാലഘട്ടങ്ങളിൽ സൺഡേ സ്കൂളിൽ പഠിപ്പിച്ചിരുന്ന അധ്യാപകരെയും ഈ സന്ദർഭത്തിൽ നന്ദിയോടുകൂടെ ഓർക്കുകയാണ്. സൺഡേ സ്കൂളിൻ്റെ ഗോൾഡൻ ജൂബിലിയോടനുബന്ധിച്ച് 1 വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് ഇടവകയിൽ നിന്ന് ക്രമീകരിച്ചിരിക്കുന്നത്. സൺഡേ സ്കൂളിൻ്റെ ഗോൾഡൻ ജൂബിലി ഉദ്ഘാടനം ചെയ്യുന്നത് അഡ്വക്കേറ്റ് ജോസ് തെറ്റയിൽ MLA ആണ്. പെരുന്നാളിൻ്റെ പരിപാടികൾക്ക് നേതൃത്വം കൊടുക്കുന്നത് മൈലാപ്പൂർ ഭദ്രാസന മെത്രാപ്പോലിത്ത അഭിമന്യ ഐസക് മാർ ഒസ്താത്യോസ് തിരുമേനിയും ബോംബെ ഭദ്രാസനത്തിൻ്റെ മെത്രാപ്പോലിത്ത അഭിമന്യ തോമസ് മാർ അലക്സന്ദ്രിയോസ് തിരുമേനിയുമാണ്. ഇവിടുത്തെ പെരുന്നാളിൻ്റെ മറ്റൊരു പ്രത്യേകത ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ്. സഭയും മതവും നോക്കാതെ അർഹതപ്പെട്ടവർക്ക് സഹായം നൽകുക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിനുവേണ്ടി എല്ലാ വീടുകളിലും കോയിൻ ബോക്സ് വെച്ച് 1 വർഷമായി അവിടെ നിന്ന് കിട്ടുന്ന സംഖ്യ ശേഖരിച്ച് അതാണ് ജീവകാരുണ്യ പ്രവർത്തനമായി നൽകുന്നത്. അങ്കമാലി മുനിസിപ്പൽ ചെയർമാൻ ശ്രീ CK വർഗീസ് സാറാണ് ജീവകാരുണ്യ പ്രവർത്തന ഫണ്ടിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. കൂടാതെ പഠിക്കാൻ മിടുക്കരായ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി വിദ്യാഭ്യാസ സ്കോളർഷിപ്പ്, പഠന സഹായവും ഈ ഇടവകയിൽ നിന്ന് ഈ പെരുന്നാളിനോടനുബന്ധിച്ച് നൽകുന്നുണ്ട്. ഈ വർഷത്തെ പെരുന്നാളിൽ എല്ലാവരെയും പ്രത്യേകം ക്ഷണിക്കുന്നു. പ്രത്യേകിച്ച് സൺഡേ സ്കൂളിൻ്റെ ഗോൾഡൻ ജൂബിലി വർഷമാണ്. നമ്മുടെ ഇടവകയിൽ നിന്ന് പഠിച്ചു പോയിരിക്കുന്ന അനേകം ആളുകളുണ്ട്. അതുപോലെ തന്നെ അധ്യാപകരായിരുന്നവരുണ്ട്. അവരെല്ലാവരെയും വളരെ സന്തോഷത്തോടുകൂടെ ഈ വർഷത്തെ സൺഡേ സ്കൂളിൻ്റെ ഗോൾഡൻ ജൂബിലിക്കും അതുപോലെ തന്നെ പെരുന്നാളിനും പ്രത്യേകമായിട്ട് ക്ഷണിക്കുന്നു. ഞങ്ങളെ സ്വയം പരിചയപ്പെടുത്തട്ടെ. ഞാൻ KA പൗലോസ് കുറുപ്പൻ, നായത്തോട് സെൻറ്റ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളിയിലെ ട്രസ്റ്റിയാണ്. തോമസ് നിശ്ശേരി, നായത്തോട് സെൻറ്റ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളി ട്രസ്റ്റ്. നായത്തോട് പ്രദേശത്തെ യാക്കോബായ വിശ്വാസികൾ അകപ്പറമ്പ് അങ്കമാലി ഇടവകയിൽപ്പെട്ടവരായിരുന്നു. ഞായറാഴ്ച തോറും അകപ്പറമ്പ് അങ്കമാലി ഇടവകയിൽ പോയി വിശുദ്ധ കുർബാന കണ്ടതിന് ശേഷം തിരിച്ചു വന്ന് നായത്തോട് തെക്ക് ഭാഗത്തുള്ള വിശുദ്ധ യോഹന്നാൻ മാന്ധാനയുടെ ചാപ്പലിലായിരുന്നു സൺഡേ സ്കൂൾ പഠനം നടത്തിയിരുന്നത്. യാത്രാ സൗകര്യം ഇല്ലാതിരുന്ന കാലമായതുകൊണ്ട് നടന്നാണ് സൺഡേ സ്കൂൾ പഠനത്തിനും വിശുദ്ധ കുർബാന കാണുന്നതിനും പോയിരുന്നത്. തെക്ക് ഭാഗത്തേക്ക് പോയി വരാനുള്ള, കുട്ടികളെ വിട്ട് പഠിപ്പിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ അന്നത്തെ കാലത്തെ കാരണവന്മാർ മനസ്സിലാക്കി നായത്തോട് വടക്ക് ഭാഗത്ത് സൺഡേ സ്കൂൾ പഠിപ്പിക്കണം എന്ന
ആഗ്രഹം കൊണ്ട് 1963 ഡിസംബർ 21 തേക്കാനത്ത് TT ചെറിയ അവരുടെ വസതിയിൽ കൂടിയ യോഗത്തിൽ വെച്ച് ശ്രീ TT ചെറിയയുടെ വസതിയിൽ സൺഡേ സ്കൂൾ പഠിപ്പിക്കാൻ തീരുമാനിക്കുകയും ശ്രീ KT വർഗീസ് കൂരം കളപ്പുരയിൽ ഹെഡ് മാസ്റ്ററായി സൺഡേ സ്കൂൾ പഠനം 1963 ആരംഭിച്ചു. അതിനുശേഷം TT ചെറിയയുടെ ഭവനത്തിൽ സൺഡേ സ്കൂൾ പഠിപ്പിക്കാൻ സ്ഥലസൗകര്യം കുറവായതിൻ്റെ പേരിൽ പയനാടത്ത് PV കോരതിൻ്റെ ഭവനത്തിലേക്ക് സൺഡേ സ്കൂൾ പഠനം മാറ്റി. സ്വന്തമായി സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്നതിന് ഒരു കെട്ടിടം ഉണ്ടാകണമെന്ന ആഗ്രഹം മൂലം 1964 അങ്കമാലി നായത്തോട് റോഡിന് അഭിമുഖമായി 10 സെൻറ്റ് സ്ഥലം ഈ നായത്തോട് വടക്ക് ഭാഗത്തെ യാക്കോബായ സഭാ വിശ്വാസികളിൽ നിന്ന് പിരിവെടുത്ത്, അത് അന്നത്തെ കാലത്ത് പറയുമ്പോൾ 1 പൈസ 2 പൈസയൊക്കെ അല്ലെങ്കിൽ ഒക്കെ പിരിവെടുത്ത് 4 അണ 8 അണ അന്നത്തെ കണക്ക് അങ്ങനെയൊക്കെയാണല്ലോ, പിരിവെടുത്ത് ഈ 10 സെൻറ്റ് സ്ഥലം വാങ്ങി 1964 ഈ സ്ഥലം വാങ്ങി. 1967 വാങ്ങിയ സ്ഥലത്ത് ഒരു സൺഡേ സ്കൂൾ കെട്ടിടം പണി പൂർത്തീകരിച്ച് ആ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു. അന്നു മുതൽ ആ കെട്ടിടത്തിലാണ് സൺഡേ സ്കൂൾ കെട്ടിടം പ്രവർത്തനം തുടങ്ങിയത്. 1970 ആ സൺഡേ സ്കൂൾ കെട്ടിടത്തിൻ്റെ മുൻവശത്ത് ഒരു കുരിശ് സ്ഥാപിക്കുകയും വിശുദ്ധ ഗീവർഗീസായുടെ നാമത്തിൽ ഒരു കുരിശ് സ്ഥാപിക്കുകയും ഇതൊരു ചാനലാക്കി ഉയർത്തുകയും ചെയ്തു. 1971 റവറൻ ഫാദർ AC വർഗീസ് അച്ഛൻ ഈ ചാപ്പലിൽ ആദ്യമായി വിശുദ്ധ കുർബാന അർപ്പിച്ചു. അതിനുശേഷം 1977 മാസത്തിൽ 2 കുർബാന അർപ്പിക്കുന്നതിനുള്ള കൽപ്പന അന്നത്തെ ഭദ്രാസന മെത്രാപ്പൊലീത്തയായ അഭിവന്യ തോമസ് മാർ ദിവനാസ്യോസ് മെത്രാപ്പൊലീത്തയിൽ നിന്നും ലഭിക്കുകയും മാസത്തിൽ 2 കുർബാന അർപ്പിക്കുകയും ചെയ്തു. 1980 ഈ ചാപ്പലിൽ മാസത്തിൽ 2 കുർബാന അർപ്പിക്കുകയും 84 മുതൽ കർത്താവിൻ്റെ ജന്മപ്പെരുന്നാൾ ആഘോഷിച്ചു. കർത്താവിൻ്റെ പീഡാനുഭവ ആഴ്ച നമ്മൾ ഇവിടെ നടത്തി. 85 എല്ലാ ഞായറാഴ്ചയും വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിനുള്ള അനുവാദം നമുക്ക് ലഭിക്കുകയും 85 മുതൽ എല്ലാ ഞായറാഴ്ചയും വിശുദ്ധ കുർബാന നമ്മുടെ ചാപ്പലിൽ അർപ്പിക്കുകയും 1986 ജൂൺ മാസം 6-ാം തീയതി നമ്മുടെ ചാപ്പലിനെ ഒരു ഇടവക പള്ളിയാക്കി അന്നത്തെ ഭദ്രാസന മെത്രാപ്പൊലീത്തയും ഇന്നത്തെ ശ്രേഷ്ഠ കാതോലിക്കയുമായ അന്നത്തെ ഭദ്രാസന മെത്രാപ്പൊലീത്ത അഭിവന്യ തോമസ് മാർ ദിവനാസ്യോസ് തിരുമേനി, ഇന്നത്തെ ശ്രേഷ്ഠ കാതോലിക്ക അബൂൻ മാർ ബസേലിയസ് തോമസ് ബ്രദൻ ബാവയുടെ കൽപ്പന പ്രകാരം 1986 ജൂൺ 6-ാം തീയതി മുതൽ നമ്മുടെ ചാപ്പലിനെ ഒരു ഇടവക പള്ളിയാക്കി ഉയർത്തി. അന്ന് ഇടവക പള്ളിയാക്കി ഉയർത്തിയെങ്കിലും സെമിത്തേരി പണി പൂർത്തിയാകാതെ, സെമിത്തേരിക്ക് നമുക്ക് അനുവാദം കിട്ടാത്തത് കൊണ്ട് ആരെങ്കിലും മരിച്ചാൽ അത് അങ്കമാലി അകപ്പറമ്പ് ഇടവകളിലേക്ക്, അതായത് അങ്കമാലി അകപ്പറമ്പ് ഇടവകയിൽ നിന്നുള്ളവരാണ് നമ്മുടെ ഇവിടുത്തെ ഇടവക്കാർ, ഇടവകളിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തിരുന്നത്. അതിനുശേഷം 87 നമുക്കിവിടെ സെമിത്തേരിക്ക് അനുവാദം ലഭിക്കുകയും 87 മുതൽ നമ്മളൊരു സമ്പൂർണ്ണ ഇടവകയായി മാറുകയും ചെയ്തു. ഏകദേശം ഒരു 2 ഏക്കർ 62 സെൻറ്റ് സ്ഥലം ഇന്ന്
നമ്മുടെ പള്ളിക്ക് സ്വന്തമായിട്ട് ഉണ്ട്. അതുകൂടാതെ നമ്മൾ ഈ കാണുന്ന ഈ പള്ളി 1994 റവറൻ ഫാദർ വർഗീസ് മൈക്കിളങ്ങര അച്ഛൻ്റെ അശ്രാന്ത പരിശ്രമ ഫലമായിട്ട് ഇന്ന് കാണുന്ന രീതിയിൽ ആദ്യത്തെ ചാപ്പലിനെ ഇന്ന് കാണുന്ന രീതിയിലുള്ളൊരു പള്ളിയാക്കി മാറ്റിയത് 1994 നമ്മുടെ ഈ പള്ളിയുടെ ഒരു പ്രത്യേകത പറയുമ്പോൾ നേരത്തെ വികാരി സൂചിപ്പിച്ചതുപോലെ ചാരിറ്റി പ്രവർത്തനമാണ് നമ്മുടെ ഈ പള്ളിയുടെ ഒരു പ്രധാനമായിട്ടുള്ള ഒരു പ്രവർത്തനം. അതായത് ഇപ്പോൾ നമ്മുടെ ഈ പള്ളിയിലേക്ക് ചാരിറ്റി പ്രവർത്തനം നടത്തുന്നതിനുള്ള ഫണ്ട് സ്വരൂപിക്കുന്നത് റവറൻ ഫാദർ വർഗീസ് മൈക്കിളങ്ങര അച്ഛൻ 25,000 രൂപ പള്ളിയിലേക്ക് തരികയും അത് പള്ളിയുടെ പേരിൽ ഫിക്സഡ് ഡിപ്പോസിറ്റായി നമ്മൾ ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. അതുകൂടാതെ മറിയാമ്മ യോഹന്നാൻ മറിയാണം പുതുശ്ശേരി അവരുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് അവരുടെ മക്കൾ 1,25,000 രൂപ പള്ളിയുടെ പേരിൽ FD ആയിട്ട് നിക്ഷേപിച്ചിട്ടുണ്ട്. അതുകൂടാതെ റവറൻ ഫാദർ വർഗീസ് കല്ലപ്പാറ അച്ഛൻ മകന് വേണ്ടിയിട്ട് 2,000 രൂപ പള്ളിയുടെ പേരിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. അതുകൂടാതെ PK വർഗീസ് പൈനാടത്ത് 10,000 രൂപ പള്ളിയുടെ പേരിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. TV പൗലോസ് തേക്കാനത്ത് 1,00,000 രൂപ പള്ളിയുടെ പേരിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. അങ്ങനെ 2,62,000 രൂപ ആകെ ഫിക്സഡ് ഡിപ്പോസിറ്റായിട്ട് പള്ളിയുടെ പേരിൽ നിക്ഷേപിച്ച് വർഷം തോറും അതിൽ നിന്ന് കിട്ടുന്ന പലിശയും ഇടവകയിലെ എല്ലാ വീടുകളിലും ഒരു ചാരിറ്റി ബോക്സ് വെച്ച് എല്ലാ ഇടവകാംഗങ്ങളും അതിനകത്തിടുന്ന പൈസ വർഷത്തിൽ 2 പ്രാവശ്യം വികാരിയും ട്രസ്റ്റിമാരും കമ്മിറ്റിക്കാരും ഉൾപ്പെടെ ഭവനങ്ങളിൽ പോയി അത് കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് ആ പൈസയുമാണ് ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് വിനിയോഗിച്ചു പോരുന്നത്. നായത്തോട് സെൻറ്റ് ജോർജ് യാക്കോബായ സുറിയാനിപ്പള്ളിയുടെ 43ാമത് ശിലാസ്ഥാപന പെരുന്നാൾ ജനുവരി 11, 12, 13 തീയതികളിൽ ആഘോഷിക്കുകയാണ്. ഈ പെരുന്നാളിൻ്റെ സവിശേഷത സൺഡേ സ്കൂളിൻ്റെ ഗോൾഡൻ ജൂബിലി വർഷമായി ആചരിക്കുകയാണ്. സൺഡേ സ്കൂളിൻ്റെ ആരംഭം കുറിച്ചത് 1963 ഡിസംബർ 21 തീയതി TT ചെറിയ തേക്കാനത്ത് അവരുടെ ഭവനത്തിൽ വെച്ചാണ്. സൺഡേ സ്കൂളിൻ്റെ ഗോൾഡൻ ജൂബിലി വർഷത്തിൽ 13 അധ്യാപകരെ ആദരിക്കുവാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അതിൽ ദീർഘകാലം സൺഡേ സ്കൂളിൻ്റെ അധ്യാപകനായിരുന്ന പരേതനായ KT വർഗീസ് കൂരൻ കളപ്പുരയിൽ, TV ജോയി തേക്കാനത്ത്, അദ്ദേഹം സൺഡേ സ്കൂളിൻ്റെ ദീർഘകാല അധ്യാപകനായിരുന്നു. കൂടാതെ ജീവിച്ചിരിക്കുന്നവരിൽ PK ഏലിയാസ് മാസ്റ്റർ, നോക്കിക്കോട്ടെ, MB ഏലിയാസ് മൂലൻ, KP ഏലിയാസ് കുറുപ്പൻ, PK ഇട്ടിക്കുര്യൻ പുതുശ്ശേരി, TV കോരത് തേക്കാനത്ത്, TV പൗലോസ് തേക്കാനത്ത്, TV തമ്പി തേക്കാനത്ത്, KV അന്നാമ കൂരൻ കളപ്പുരയിൽ, KV തോമസ് കൂരൻ കളപ്പുരയിൽ, KT ജോസഫ് കൂരൻ കളപ്പുരയിൽ എന്നിവരെ ജൂബിലി വർഷത്തിൽ ആദരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നായത്തോട് സെൻറ്റ് ജോർജ് യാക്കോബായ സുറിയാനിപ്പള്ളി എന്ന ഈ ഇടവകയുടെ ജനറൽ കൺവീനറായ ടോം ജോസ് എന്ന ഞാൻ ഇവിടെ നിൽക്കുന്നത് ഒലിവീന്തൽ എന്ന നൂതനവും വളരെ വ്യത്യസ്തവുമായ ഒരു ആത്മീയ പ്രസിദ്ധീകരണത്തെക്കുറിച്ച് പറയുവാനാണ്. ഈ ഇടവകയുടെ ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ വേറിട്ട ചിന്തയാണ് ഇത്തരത്തിലുള്ള ഒരു പ്രസിദ്ധീകരണത്തിന് ഞങ്ങളെ നയിച്ചത്. ഇപ്പോൾ ഈ പ്രസിദ്ധീകരണം ഒലിവീന്തൽ എന്ന ഈ പള്ളിയുടെ പ്രസിദ്ധീകരണം ഈ യാക്കോബായ സഭയിൽ നിന്ന് തന്നെയല്ല, ഇവിടെയുള്ള ചുറ്റുപാടുമുള്ള എല്ലാ പള്ളികളിലും ഒരു ചർച്ചാ വിഷയമായിരിക്കുകയാണ്. കാരണം സാധാരണ
ആത്മീയ മാസികകളിൽ കാണുന്നതിൽ നിന്നും വളരെ വ്യത്യസ്തമായി ചിന്തിക്കുന്ന, പ്രവർത്തിക്കുന്ന ഒരു പുതിയ ശൈലിയും പുതിയ ചിന്തയും നഖങ്ങൾ പോലെ ചത്തടിഞ്ഞു പോയതായ ദൈവസ്നേഹത്തെ തിരിച്ചു കൊണ്ടുവരുവാൻ, അത് മനുഷ്യൻ്റെ നന്മയിലേക്കും അറിവിലേക്കും വിജ്ഞാനത്തിലേക്കും വിജ്ഞാന വിസ്ഫോടനത്തിലേക്കും നയിക്കപ്പെടുമ്പോൾ തന്നെ അത് വിദ്യാഭ്യാസമുള്ള കിരാതന്മാരെ സൃഷ്ടിക്കുന്നതായ ഒരു സമൂഹം നമുക്ക് ഉണ്ടാകാൻ പാടില്ല എന്നുള്ള തീരുമാനത്തിൻ്റെ കൂടി ഒരു ചിന്തയിൽ നിന്നുമാണ് ഇത്തരത്തിലുള്ള ഒരു പ്രസിദ്ധീകരണം ഇവിടെ ഉണ്ടാകുവാൻ കാരണം. പലപ്പോഴും നാം ഭയക്കേണ്ടിയിരിക്കുന്നു. കണ്ണുണ്ടെങ്കിലും സൗന്ദര്യമുള്ളതൊന്നും നാം കാണുന്നില്ലെങ്കിൽ, കാതുണ്ടെങ്കിലും സംഗീതം എന്തെന്ന് അറിയുന്നില്ലെങ്കിൽ, മനസ്സുണ്ടെങ്കിലും ഒന്നും തന്നെ നമുക്ക് മനസ്സിലാക്കുന്നില്ലെങ്കിൽ, ഹൃദയമുണ്ടെങ്കിലും വേദനകളിൽ ഉരുകാതെ ആ ഹൃദയം കല്ലിച്ചു പോയെങ്കിൽ നാം തീർച്ചയായും ഭയക്കേണ്ടിയിരിക്കുന്നു, നാം സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. അത്തരത്തിൽ ഏറെ ഭയപ്പെടേണ്ടതായ ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് ഈ ഡൽഹിയിൽ നടന്നതായ വളരെ ദാരുണവും ദയനീയവുമായ ഒരു ബലാത്സംഗത്തിൻ്റെയും ക്രൂരമായ കുരുതിരെയും കഥ എത്രയോ ദയാരഹിതമായി ആ നരാധമന്മാർ എങ്ങനെ അവിടെ ആടിത്തിമിർത്തുന്നു നമുക്കറിയാം. ഇത്തരത്തിലുള്ള ഒരു കുഞ്ഞു പോലും നമ്മുടെ ഇടവകയിലോ അതുമല്ലെങ്കിൽ ഈ പ്രസിദ്ധീകരണം വായിക്കുന്നവരുടെ മനസ്സിലേക്ക് ആത്മാവിൻ്റെ നന്മയുടെ പുതിയ പൂക്കൾ വിരിക്കുവാൻ വേണ്ടി മാത്രമാണ് ഇത്തരത്തിലുള്ള പ്രസിദ്ധീകരണം ഞങ്ങൾ ഇറക്കിയിരിക്കുന്നത്. ദ ട്രയൽ ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഒലിവിന്തലിൻ്റെ ഞങ്ങളുടെ വ്യത്യസ്തമായ പതിപ്പിൻ്റെ നോക്കുക. ദ ട്രയൽ ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഇന്നത്തെ സമൂഹത്തിൽ തന്നെ ഒരു വ്യക്തിയെ എങ്ങനെ ന്യായം വിധിക്കണമെന്ന് മുൻകൂട്ടി കരുതിക്കൂട്ടി തീരുമാനിക്കുന്ന വക്കീലന്മാരുടെ അടവ് നയങ്ങൾ അന്നും ഇതിനേക്കാൾ ക്രൂരമായി തന്നെ അവിടെ അവതരിപ്പിക്കപ്പെട്ടു എന്നത് വളരെ കൃത്യമായി തെളിവുകളോടുകൂടെ അന്നത്തെ ആ ന്യായാധിപ സംഘത്തിൻ്റെ ഓരോ കാര്യങ്ങളെയും ഇടപെട്ട് കൃത്യമായിട്ട് അവതരിപ്പിച്ചുകൊണ്ടാണ് ദ ട്രയൽ ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്ന ഒലിവിന്തലിൻ്റെ ഈ കഴിഞ്ഞ തവണത്തെ പ്രസിദ്ധീകരണം ഇറങ്ങിയിരിക്കുന്നത്. ക്രൈസ്തവ ചിന്തകളിൽ ഏറ്റവും ആഴമേറിയ ആശയങ്ങളാണ് ഈ മാസികയിൽ പങ്കുവയ്ക്കപ്പെടുന്നത്. വേറിട്ടൊരു ചിന്ത എന്നതിന് പുറമെ സമൂഹത്തിൻ്റെ നേർക്കാഴ്ച കൂടി ഞങ്ങളിവിടെ അവതരിപ്പിക്കുന്നുണ്ട്. നായത്തോട് വടക്ക് ഭാഗത്തുള്ള യാക്കോബ ക്രിസ്ത്യാനികൾക്ക് അവരുടെ കുട്ടികളെ പഠിപ്പിക്കാൻ സൺഡേ സ്കൂൾ വേണമെന്നുള്ള ആഗ്രഹം ജനിക്കുകയും അതിനെ തുടർന്ന് ഇവിടെ ഉള്ള വിശ്വാസികളെല്ലാവരും കൂടി ചേർന്ന് യോഗം ചേർന്ന് 1963 ഡിസംബറിൽ ക്രിസ്മസ് ആഘോഷിക്കുകയും അതോടനുബന്ധിച്ച് ജനുവരി മാസം മുതൽ ഇവിടെ ഒരു സൺഡേ സ്കൂൾ ആരംഭിക്കുകയും ചെയ്തു. സൺഡേ സ്കൂൾ ആരംഭിക്കുമ്പോൾ സ്വന്തമായി സൺഡേ സ്കൂളിനൊരു കെട്ടിടമോ സ്ഥലമോ ഒന്നും ഇല്ലാതിരുന്നൊരു കാലത്ത് ഈ കരയിലുള്ള ശ്രീമാൻ ടി ടി ചെറിയയുടെ വീട്ടിലാണ് ആദ്യമായി ഒരു സൺഡേ സ്കൂൾ ആരംഭിക്കുന്നത്. പിന്നീട് അവിടുന്ന് കുറച്ചുകൂടി സൗകര്യപ്രദമായ സ്ഥലമായ ശ്രീമാൻ കോരതേൻ്റെ പൈനാടത്തിൻ്റെ വീട്ടിലേക്ക് മാറ്റി ഇവിടെ തുറന്നു വരികയും അതിനുശേഷം സ്വന്തമായി 10 സെൻറ്റ് സ്ഥലം വാങ്ങുകയും അവിടെ സൺഡേ സ്കൂൾ പണിയുകയും അങ്ങോട്ട് മാറ്റുകയും ചെയ്തു. ആ സൺഡേ സ്കൂൾ പിന്നീട് ചാപ്പലായി ഉയർത്തപ്പെട്ടപ്പോൾ അവിടെ നിന്ന് പ്രദക്ഷിണം വരുന്നത് ഈ വഴിയിൽ കൂടിയായിരുന്നു. ഈ കര ചുറ്റിയുള്ള പ്രദക്ഷിണം വരുമ്പോൾ ഈ കോരതേൻ്റെ ഭവനത്തിൻ്റെ അടുത്ത് വരുമ്പോൾ അവിടെ ധൂപം വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ സ്ഥലത്ത് തന്നെ മോർ ഇഗ്നാത്യോസിൻ്റെ പേരിൽ ഒരു ചാപ്പൽ ഇപ്പോൾ പണിതുയർത്തിയിരിക്കുകയാണ്. ഇപ്പോൾ പ്രദക്ഷിണം പള്ളിയിൽ നിന്ന് ഇറങ്ങിയാൽ അവിടെ വന്ന് ധൂപം വയ്ക്കുകയും അവിടെ എല്ലാ മാസവും സന്ധ്യാപ്രാർത്ഥന നടത്തുകയും ചെയ്തു വരുന്നു. വാവയുടെ കുരിശും തൊട്ടി അവിടെ വന്നതിന് ശേഷം ഈ കരയിലും പുറമേയുള്ളതായ അനേകർക്ക്
വളരെ അനുഗ്രഹങ്ങൾ ലഭിച്ചതായിട്ട് ഉള്ള അറിവുണ്ട്. ഇത് ഞാൻ ജനിച്ചു വളർന്ന വീടാണ്, ഞങ്ങളുടെ തറവാട്. ഇപ്പോൾ ഞങ്ങൾ വേറെ വീട് പണിത് താമസിക്കുന്നു. ഇത് ഞങ്ങളുടെ തറവാട്. ഇപ്പോൾ ആരും തന്നെ അവിടെ താമസിക്കുന്നില്ല. പെങ്ങളാണ് കൂടുതൽ സമയം ഇവിടെ നിൽക്കുന്നത്. ഇതെൻ്റെ മൂത്ത പെങ്ങൾ, ഏറ്റവും മൂത്ത പെങ്ങളാണ്. സൺഡേ സ്കൂളിൻ്റെ ആരംഭത്തെക്കുറിച്ച് പറയുമ്പോൾ ആദ്യകാലങ്ങളിൽ 1950-52 കാലഘട്ടങ്ങളിലെല്ലാം നായത്തോട് സെൻറ്റ് ജോൺസ് സൺഡേ സ്കൂളിലാണ് ഞങ്ങളെല്ലാവരും പഠിച്ചിരുന്നത്. അത് കാലക്രമേണ ദൂരത്തിൽ നടക്കണം എന്നുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഇവിടെയുള്ള ആളുകൾ സംഘടിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റാൻ, സൺഡേ സ്കൂൾ ഇങ്ങോട്ട് മാറ്റാനായിട്ടൊരു ആലോചന ഉണ്ടായി. ഏകദേശം 1963 മുതൽ സൺഡേ സ്കൂൾ ഈ കരയിലേക്ക് മാറ്റുകയും അത് ടി ചെറിയാൻ്റെ വീട്ടിൽ വെച്ച് നടത്തുകയാണ് ചെയ്തത്. ഏകദേശം ഒരു വർഷത്തോളം ടി ചെറിയാൻ്റെ വീട്ടിൽ സൺഡേ സ്കൂൾ പഠിപ്പിച്ചു. ഞാൻ ഉൾപ്പെടെ സൺഡേ സ്കൂൾ അധ്യാപകരായിരുന്നു അന്ന്. പിന്നീടാണ് എൻ്റെ ഈ വീട്ടിലേക്ക് ഈ സൺഡേ സ്കൂൾ മാറ്റുകയും ഇത്രയും സൗകര്യങ്ങളുള്ളതുകൊണ്ട് ഏകദേശം ഒരു 5 കൊല്ലത്തോളം തന്നെ 5-6 വർഷത്തോളം സൺഡേ സ്കൂളിലൂടെ പ്രവർത്തിക്കുകയുണ്ടായി. അതാണ് ആദ്യകാല സൺഡേ സ്കൂൾ പ്രവർത്തനത്തിൻ്റെ ആരംഭം. അതിനുശേഷം ഈ സൺഡേ സ്കൂൾ പ്രവർത്തനം റോഡ് സൈഡിൽ ഒരു പള്ളി വരണം അല്ലെങ്കിൽ സൺഡേ സ്കൂൾ വരണം എന്നുള്ള അന്നത്തെ ആളുകളുടെ എല്ലാം ആവശ്യം കണക്കിലെടുത്ത് അവിടെ ഒരു 10 സെൻറ്റ് സ്ഥലം നമുക്ക് നമ്മുടെ കുര്യാക്കോസേട്ടൻ, കടുമണി കുര്യാക്കോസേട്ടൻ തരാമെന്ന് സമ്മതിക്കുകയും അവിടെ 10 സെൻറ്റ് സ്ഥലം വാങ്ങിച്ച് ഒരു ചെറിയൊരു കെട്ടിടം പണിയാനായിട്ടുള്ള തറ പണിയുകയും ചെയ്തു. ആ തറ പണിതത് 1969-ലാണ്, 68-69-ലാണ്. അത് ചെറിയൊരു സൺഡേ സ്കൂളായി മാറുകയും അതിനെ പിന്നീട് ചാപ്പലാക്കി ഉയർത്തുകയാണ് ഉണ്ടായത്. 1969 വരെ ഇവിടെ പഠിപ്പിച്ചിരുന്നു. അന്ന് ഏകദേശം 80-90 കുട്ടികൾ, നമ്മുടെ പരിസരത്തുള്ള കുട്ടികൾ ഇവിടെ പഠിച്ചിരുന്നു. ഈ വരേന്തയിലാണ് കുട്ടികൾ പഠിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നത്. ക്ലാസ് മുറികളാക്കി തിരിച്ച് ഞങ്ങൾ അധ്യാപകർ 10-15 അധ്യാപകർ അവിടെ പഠിപ്പിക്കുകയുണ്ടായി.